വനിതാ ശാക്തീകരണം മുൻനിർത്തി 2024-25 കേന്ദ്ര ബജറ്റ് വനിതകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികളാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. തൊഴിലിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ മേഖല തൊട്ട് അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ വരെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികളെ വരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ സമഗ്രമായ വികസനത്തിനും വളർച്ചയും വിഭാവനം ചെയ്യുന്ന ഒരു ബജറ്റാണ് എന്നത് ഏറെ സന്തോഷകരമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ അവിടെ കൃഷിക്കും കാർഷിക വ്യവസായങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവർക്ക് ഹോസ്റ്റൽ സൗകര്യം, കുട്ടികൾക്കായി ക്രഷുകൾ നടത്തിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇനിയുള്ളത് സ്കിൽ ഇന്ത്യയുടെ കാലമാണ്. അപ്പം നൈപുണ്യ വികസനത്തിനായി പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി 10 ലക്ഷം വരെയുള്ള ലോൺ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുകൾ രാജ്യത്ത് നിർമ്മിക്കും. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടി അനുവദിക്കാനും ബജറ്റിൽ ധാരണയായിട്ടുണ്ട്. മുദ്രാ ലോണിന്റെ പരിധി അത് 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കിയിരിക്കുന്നു. വലിയൊരു കുതിച്ചു ചാട്ടമായിരിക്കും MSMEയുടെ കാര്യത്തിൽ. MSMEകൾ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 30 കോടി സ്ത്രീകൾ ഈ മുദ്രാ ലോണിന്റെ ഉപഭോക്താക്കളായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇരട്ടിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു പുറമെ മുദ്രാ ലോണിന്റെ പരിധി വർദ്ധിപ്പിച്ചതും സ്ത്രീ സംരംഭകർക്ക് തുണയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉള്ളത്. ജനം, കൊച്ചി.